കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഒറ്റൊരു വെടിവെപ്പുകാരനുള്ളൂ. അതാരാ? ശിക്കാരി ശംഭു. എന്നാ സമയം കളയാതെ ശംഭുവിനെ വിളിച്ചു നോക്ക്. ഹലോ ഹലോ ഹലോ, ശംഭു ഉണ്ടോ? അയ്യോ തീർന്നു പോയല്ലോ മോനെ, വേണ പാൻപരാഗ് തരാം കേട്ടോ. ഹലോ, ശംഭു ചേട്ടന്റെ വീടാണോ? ശംഭു മഹാദേവ്. എന്താ മോനെ ദിനേശ കാര്യം? ശംഭു ചേട്ടൻ ഞങ്ങളുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി 6 പേരെ കൊന്നു. വളരെ സന്തോഷം. അതിന് ഞാൻ എന്ത് വേണം? എന്റെ പൊന്ന് ശംഭു ചേട്ടൻ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഈ പുലിനെ വെടിവെച്ച് കൊന്നു തന്നെ. ഓക്കെ, നിങ്ങളുടെ 3ാമത്തെ പിക്കിൽ ഐസ് ക്യൂസ് വീഴുമ്പോൾ ഞാൻ അവിടെ തിരിക്കും ഒരു സവാരി ഗിരിഗിരി നടത്താൻ. ഓക്കെ ഓക്കെ. എന്റെ പൊന്നു ദൈവമേ, ശംഭു എത്രയും പെട്ടെന്ന് ഒന്ന് എത്തിയാ മതിയായിരുന്നു. എന്റെ പൊന്നു ശംഭു, ഞങ്ങളുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി ആകെ നാശം ചെയ്തുകൊണ്ടിരിക്കുക. ശംഭു എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആ പുലിനെ ഒന്ന് കൊന്നു തന്നെ. പുലിയൊക്കെ ഞാൻ പിടിക്കാം. അട്ടെ, നിങ്ങൾ ഈ പുലി എവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്റെ പൊന്നു ശംഭു ചേട്ടാ, പുലിനെ പിടിച്ചിട്ട് വേണ്ട കെട്ടിയിടാൻ. പുലി ഇതുവരെ പിടിച്ചിട്ടില്ലേ? പുലിനെ പിടിക്കാനല്ല ചേട്ടനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അത് ശരി. ഈ പുലിയെ പിടിക്കാന്നൊക്കെ പറഞ്ഞാലേ ഇച്ചിരി കാശ് മുടക്കുള്ള പരിപാടിയാ. എത്ര രൂപ ആണെങ്കിലും ഞങ്ങൾ മുടക്കാൻ തയ്യാറാണ്. ആട്ടെ, നിങ്ങൾ എത്ര രൂപ തരും? ചേട്ടൻ ഈ പുലിയെ കൊന്നാൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഒരു 1 ലക്ഷം റുപ്പീസ് വരെ ചേട്ടന് തരും. 1 ലക്ഷം രൂപ? ആർക്ക് വേണം നിങ്ങളുടെ ഈ 1500 രൂപ? എനിക്കൊരു 950 രൂപ എങ്കിലും കിട്ടില്ലെങ്കിൽ ഞാൻ ഈ പുലിയെ പിടിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്റെ പൊന്നു ശംഭു ചേട്ടാ, എന്തെങ്കിലും ഒന്ന് കുറച്ചതാ. അവസാനമായിട്ട് ഞാൻ പറയണം, ഒരു 100 രൂപയെങ്കിലും കിട്ടില്ലെങ്കിൽ ഞാൻ ഈ പുലിയെ ടച്ച് ചെയ്ത് ഉറപ്പിച്ച് 1000 ഇനി കൂട്ടരുത്. 1000 രൂപയിൽ ഫിക്സ് ചെയ്ത് സമ്മതിച്ചു. അപ്പൊ പുലിനെ എത്രയും പെട്ടെന്ന് പോയി കൊന്നോ? ഈ പുലിയെ പിടിക്കാൻ പറഞ്ഞോ? പുലിയെ പിടിക്കാൻ പുലി എന്റെ അളിയനൊന്നുമല്ല. ഞാൻ പറയുന്ന ഒരു സാധനം സംഘടിപ്പിച്ച് തന്നെങ്കിൽ മാത്രമേ എനിക്ക് പുലിയെ പിടിക്കാൻ പറ്റൂ. എന്ത് പണ്ടാരമേളി ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം. പണ്ടാരം കിട്ടിയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഒരു പശുവിന്റെ തോല് സംഘടിപ്പിച്ചു. പശുവിന്റെ തോല് എടോ, ആയും പൊളിച്ചിക്കാതെ പോയി ഒരു പശുവിന്റെ തോലൊപ്പിക്കും. പശുവിന്റെ തോല്? ഓ ചെല്ലി ഓക്കെ ചെല്ലി. ചിങ്കിടിയാന്നും പറഞ്ഞ് പുറകെ നടക്ക്. ഞാൻ ഈ 6ാം വാർഡിൽ അറിയപ്പെടുന്ന ഒരു MLA ആണ്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ അറിഞ്ഞില്ല. അല്ല, നമുക്ക് ഈ പുലിയെ കൊല്ലാൻ തോക്ക് പോരെ? എന്തിനാ പശുവിന്റെ തോല്? അതാണ് കിഡ്നി വേണോ? അത് ഞാൻ രാവിലെ ഇഡലിയുടെ കൂടെ കഴിച്ചല്ലോ. എന്ത് കിഡ്നി? അത് ചട്നി. കിഡ്നി അതായത് ബ്രെയിൻ ട്യൂമർ. നമ്മൾ എന്ത് ചെയ്താലും വെറൈറ്റി. എന്താണ് ഇതിലുള്ള വെറൈറ്റി? പറഞ്ഞുതരാം. ഞാൻ ഈ പശുവിന്റെ തോൽ വിട്ടുകൊണ്ട് കാടിന്റെ വിജനമായ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ നിൽക്കും. അപ്പൊ ഈ പുലി പശുവാണെന്ന് കരുതി എന്നെ പിടിക്കാൻ വരുമ്പോൾ ഞാൻ ഈ തോക്കെടുത്ത് ഒറ്റപടി പുലി ക്ലോസ്. ബെസ്റ്റ് ഐഡിയ, ബെസ്റ്റ് ഐഡിയ. എങ്ങനെയെങ്കിലും പുലിനെ ഒന്ന് കൊന്നാ മതി. ശംഭു പുലിയെ കൊന്ന് തിരിച്ചെത്തിയാൽ നാളെ വൈകിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് ശംഭുവിന് ഇവിടെ ഉജ്ജ്വലമായ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, സ്വീകരണ നടപടികൾ ആരംഭിച്ചോളൂ. ഞാൻ പുലിയുമായി സ്പോട്ടിലെത്തിക്കോളാം. ഓക്കെ. ശംഭു ചേട്ടൻ ഇതാ വിജയശ്രീ ലാളിതനായി ഈ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ശിക്കാരി ശംഭു ചേട്ടൻ എന്ത് പറ്റി ശംഭു ചേട്ടാ? എന്ത് പറ്റി? എന്റെ എല്ലാ പദ്ധതി പൊട്ടി പാളിഷായി പോയി മക്കളെ. എന്ത് പറ്റി? പുലിനെ കൊന്നില്ലേ? നീയൊക്കെ മിണ്ടരുത്. നീയൊക്കെ എന്നോട് ചതിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്ത് മക്കളെ നിങ്ങളോട്? എന്ത് തെറ്റ് ചെയ്തെന്നോ? ഞാൻ ഈ പശുവിന് തോല് വിട്ടോണ്ട് അവിടെ പോയി നിന്നപ്പം ഈ കൂട്ടത്തിൽ ആരാണ് ആ മൂരിക്കാളെ അങ്ങോട്ട് അഴിച്ചു വിട്ടത്? എന്റെ